കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിക്രവും ഭാനുമതി അമ്മ പ്രകാശിന്റെ അടുത്ത് ഇരിക്കുവാണ്. ഈ സമയത്ത് വിക്രത്തോട് ഭാനുമതിയും പറഞ്ഞു, എടാ വിക്രം, ഹോസ്പിറ്റലിൽ കുറെ പൈസ ആവുന്നുണ്ട്, കുറച്ച് പൈസ നീ എവിടെന്നെങ്കിലും ഉണ്ടാക്കി തടാന്ന് പറയണ. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, പിന്നെ മനുഷ്യരുടെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന അവസ്ഥയല്ല, എങ്ങനെയാ കല്യാണെ തകർക്കാന്ന് ചിന്തിച്ചോണ്ടിരിക്കുവെന്ന് പറയാം. ഇത് കേട്ടതും ഭാനുമതിയും പറഞ്ഞു, എടാ വിക്രം, നീ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. കല്യാണി നീ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല, നീ പിടിച്ചാൽ അവളെ കിട്ടാനും പോകുന്നില്ല. അവള് വലിയ ഉന്നതിയില ഇപ്പം. പിന്നെ അവളുടെ പുറകെ നടന്ന് നിന്റെ ജീവിതം ഇനി നീ പാഴാക്കാൻ നോക്ക്. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയിട്ട് എവിടെയായാലും നമുക്കൊരു വീടെടുത്ത് താമസിക്കാൻ നോക്കാം. ഇനി അവളുടെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല നമുക്ക് കിട്ടാനായിട്ട് പോകുന്നേ. പറയുന്ന അനുസരിക്കട മോനെന്ന് പറയാണ്. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, അമ്മയൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോന്ന് ചോദിക്കുക. എടാ മോനെ, അവളെ എങ്ങനെയെങ്കിലും തകർക്കണം. അവളുടെ കരച്ചിൽ എനിക്ക് കാണണം, ആ കല്യാണിയുടെ ഒക്കെ. അതിന് വേണ്ടിയിട്ടാ ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നതിനെ. നിനക്ക് പറ്റുന്ന എന്താന്ന് നീ ചെയ്തു. സരിയോ നിന്റെ കൂടെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ, അവളോടൊപ്പം നീ ചേർന്നോളാൻ പറയാണ്. അങ്ങനെ വിക്രത്തോട് പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഈ സമയം ഭാനുമതിയും പറഞ്ഞു, എടാ നല്ല ഉപദേശം എന്തെങ്കിലും കൊടുക്കാനുള്ള ഇങ്ങനെയാണ്ട് അവനെ പറഞ്ഞു വിടുന്നേ. ഇനി അവനും കൂടെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെ പിന്നെ ആരുണ്ടാന്ന് ചോദിക്കുക. എന്ത് സംഭവിക്കാനാ, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഈ പ്രകാശൻ അറിയാൻ എന്ത് ചെയ്യണമെന്ന്. ഓ, പ്രകാശൻ അറിയാൻ പോലും. എന്നിട്ടാണെടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഞാനിനി കൂടുതലൊന്നും പറയുന്നില്ല എന്ന് ഭാനുമതിയമ്മ പറയാണ്. ഈ സമയം സാരിയുടെ അടുത്തേക്ക് ചായയൊക്കെ ആയിട്ട് വരുവാണ് ശരി വന്നിട്ട്, എന്താ മോളെന്താ ഭയങ്കര ആലോചനയിലാണെന്ന് ചോദിക്കണം. എന്താ എനിക്ക് ആലോചിക്കാൻ മേലെന്ന് ചോദിക്കാം. അല്ല ഇപ്പൊ എന്താ ഇത്രമാത്രം ടെൻഷൻ? ഞാൻ ആ കല്യാണിയെ കുറിച്ച്, ആ കല്യാണിയെ എങ്ങനെ തകർക്കാം എന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചോണ്ടിരിക്കണമെന്ന് പറയാം. എന്റെ മോളെ, നീ ആ കല്യാണിയെ തകർക്കാൻ പോകുന്ന സമയത്തുണ്ടല്ലോ, നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ കൂടെ നടക്കുന്ന ശത്രുവിനെ കാണാൻ പറയണേ. എന്റെ കൂടെ നടക്കുന്നോ? അതെ, കല്യാണി അല്ല നിന്റെ ശത്രു. ആരാന്നറിയോ? നിന്റെ കൂടെ നിന്റെ ജീവിത പങ്കാളിയാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സരുവിന് ഞങ്ങൾ ദേഷ്യം വന്നു. സരു പെട്ടെന്ന് പറഞ്ഞു, ഓഹോ, അപ്പൊ നിങ്ങൾക്കും തുടങ്ങിയ ഭ്രാന്ത്. ഇത്രയും കാലം എന്റെ അച്ഛനെന്ന് പറയുന്ന അയാൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ മാനുവേട്ടനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, നിങ്ങളെ വെറുതെ വെച്ചേക്കില്ല. കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നല്ലോ, അപ്പുറത്ത് കല്യാണിന്റെ അടുത്ത് സ്വന്തം മകനെ പടിയടിച്ച് പിണ്ടം വെച്ച അമ്മയ്ക്കുള്ള സമ്മാനം കൊടുത്ത് അവരെ പിടിച്ച് തള്ളിയതൊക്കെ താഴെടിച്ച് വീണത് കണ്ടായിരുന്നല്ലോ. അതേ ഗതിയായിരിക്കും നിനക്ക് വരാനായിട്ട് പോകുന്നത്. എന്നെ കൂടെ ചെയ്യിക്കരുത്. എന്റെ മനുവേട്ടനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, ആ പറയുന്നവരുടെ നാക്ക് ഞാൻ പിഴുതു കൊടുക്കുക ചെയ്യുന്നേ. ഇതിപ്പോ നിങ്ങളോട് കുറച്ച് സ്നേഹമൊക്കെ ഉണ്ടായിപ്പോയി, അതുകൊണ്ട് മാത്രമാന്ന് പറയാം. ഇത് കേട്ടപ്പോ ചാരു പറഞ്ഞു, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണേ? ഒന്നും വല്ലേലും നിന്റെ അമ്മയല്ലേന്ന് ഞാൻ ചോദിക്കും. ഓ, അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കുന്ന ഭേദം. ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയണോ? എനിക്ക് പറയാൻ എന്തൊക്കെയോ നാഗം മുട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്ന് പറയാം. പിന്നെ എന്റെ അച്ഛൻ എന്ന് പറയുന്ന അയാളെ കുറിച്ച്, അയാളാണ് എന്റെ ഏറ്റവും വലിയ ശത്രു. ഇത്രയും നാളെന്ന് പറഞ്ഞാല് ഞാൻ അയാളെ വിശ്വസിച്ചു പോന്നു. പക്ഷെ ഇപ്പോഴല്ലേ ഞാൻ കാര്യങ്ങളൊക്കെ അറിയണേ. എന്റെ മനുവേട്ടനെ കണ്ണെടുത്താൽ കാണത്തില്ല. അയാളെ വലിയ പുണ്യാളനാന്ന് പറഞ്ഞിട്ട് നടക്കുകയും ചെയ്യുക എന്നൊക്കെ പറയണേ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ശാരിക്ക് ഒരു കാര്യം മനസ്സിലായി. മനോഹർ നന്നായിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട് സരുവിനെ. അതുകൊണ്ടാണ് സരു ഇങ്ങനെയൊക്കെ. നേരത്തെ ആണെങ്കിൽ അച്ഛനും അമ്മയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ജീവനായിരുന്നു. ഇനിയിപ്പോ ഇവള് സത്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇവളുടെ പ്രതികരണം എങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ, വേറെ എങ്ങനെയും പ്രതികരിക്കും. അപ്പൊ അതൊന്നും അല്ല കാര്യം. കല്യാണി ഇല്ലാതാക്കാന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് ശാരി പറഞ്ഞു, അതിനൊക്കെ പോണോ മോളെ എന്ന് ആലോചിച്ചിട്ട് പോലെ നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, എന്നെ കൂടുതലാരും പഠിപ്പിക്കാനൊന്നും വരണ്ട എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് സരയും മുറിയിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ചെല്ലുമ്പോൾ മനോഹർ കുഞ്ഞിനെല്ലാം കൊഞ്ചിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ച് സമയം സരു ഈ കാഴ്ച കണ്ടു നിന്നു, കുഞ്ഞിനെ കൊഞ്ചിക്കുന്നേ. മനോഹർ ഭയങ്കര സന്തോഷത്തോട് വേണ്ടിയിട്ടാണ് കുഞ്ഞിന്റെ അടുത്ത് നിന്ന് കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നീട് സരയു എന്നിട്ട് പറഞ്ഞു, ഈ കാഴ്ച കാണുമ്പോഴാ എനിക്ക് മനസ്സിനൊരു സന്തോഷമുള്ളതെന്ന് പറയാണ്. എന്ത് കാഴ്ച? അല്ല, മനുവേട്ടൻ നമ്മുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നേ, എന്നെ അതുപോലെ തന്നെയാണല്ലോ മനുവേട്ടൻ സ്നേഹിക്കുന്നേ. അതൊക്കെ ഓർത്ത് കഴിയുമ്പോൾ മാത്രമാണ് ജീവിക്കണം എന്നൊരു മോഹം പോലെ തോന്നുന്നത്. അല്ലെങ്കിലുണ്ടല്ലോ ഇവിടെ എല്ലാത്തിനും വിഷം വെച്ച് കൊന്നിട്ട് അങ്ങ് ചത്താ മതിയായിരുന്നു പറയാണ്. അല്ല എന്താ മോളൂ ഇപ്പോഴെന്താ പറ്റിയെന്ന് ചോദിക്കുക. ഇനിയിപ്പൊ എന്ത് പറ്റാനാന്ന് പറ. ഇത്രയും നാളും അച്ഛൻ എന്ന് പറയുന്ന അയാള് മാത്രം ദുഷ്ടനാന്ന് ഞാൻ കരുതിയിരുന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ഇപ്പൊ എന്റെ അമ്മയും ദുഷ്ടയാന്നുണ്ട്. അതെന്താ കാരണം? എന്നോട് പറഞ്ഞ എന്താണെന്നറിയാവോ? നിന്റെ ഭർത്താവ് ശരിയല്ലെന്ന്, അതായത് മനുവായിട്ട് ശരിയല്ലെന്ന്. മനുവായിട്ട് ശരിയില്ലാത്തതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ബാക്കി ആരെ പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും, പക്ഷെങ്കിൽ എന്റെ മനുവായിട്ടിനെ പറഞ്ഞാൽ എനിക്ക് ക്ഷമിക്കാനായിട്ട് പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടതും മനോഹർ പറഞ്ഞു, അവർക്ക് ഭ്രാന്തായിട്ട് പറയുന്നില്ലേ, അതിന് അച്ഛനല്ലേ ഭ്രാന്തുള്ളൂ, അമ്മയ്ക്ക് ഭ്രാന്തില്ലല്ലോ എന്ന് പറയാം. പോട്ടെ മോളെ,
നിനക്ക് തോന്നുന്നുണ്ടോ ഞാനൊരു ഫ്രോഡാന്നുള്ള കാര്യം? ദേ മനുവേട്ട, വെറുതെ തമാശക്കാണെ പോലും ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. മനുവേട്ടൻ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് മനുവേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ തിരിച്ച് എന്നോടും അതല്ലേ. എന്റെ കുഞ്ഞിനെ എന്നെ പൊന്നുപോലെയല്ലേ നോക്കണേ. അതൊക്കെ ശരി തന്നെയാ മനുവേട്ട, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നിർത്തോണ്ട് മനുവേട്ടന്റെ മനസ്സ് തളർന്നു പോകേണ്ട കാര്യമില്ല. ആ സമയത്ത് മനോഹർ മനസ്സിൽ പറയാം, എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകും. പക്ഷെ പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ ഈ കുഞ്ഞിനെ കളിപ്പിച്ച് കൊഞ്ചിരിക്കുമ്പോൾ ഇതിനെ കാണാതിരിക്കാൻ പറ്റുമോ എന്ന് തോന്നില്ല. അത് മറ്റൊരു സങ്കട വാർത്തയാണ്. അപ്പിനി എന്താ ചെയ്യണേ? കുഞ്ഞിനെ അറിയാതെ താൻ സ്നേഹിക്കുമ്പോൾ കുഞ്ഞിന്റെ അടുത്ത് അരിയിൽ അധികം സമയം ഇരിക്കുന്ന അപകടമാണ്. പക്ഷെ ഇരിക്കാതിരിക്കാനും പറ്റില്ലോ. ഈ സമയം സരി ചോദിച്ചു, അല്ല മനുവേട്ടൻ എന്താ ആലോചിക്കണേ നിൽക്കും. ഒന്നുമില്ല, ഞാൻ നമ്മൾ രണ്ടും അമേരിക്കയിൽ പോയതിന് ശേഷമുള്ള ലൈഫിനെ കുറിച്ച് ചിന്തിച്ചാന്ന് പറയും. കൊള്ളാം, എത്രയും പെട്ടെന്ന് തന്നെ പോണം മനുവേട്ട. അതിനിപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ട് അതൊക്കെ ചെയ്ത് തീർത്തതിന് ശേഷം മാത്രം മതി ഇനി നമ്മുടെ പോക്കെന്ന് പറയണം. മനോഹർ പറഞ്ഞു, അത് നല്ല കാര്യമല്ലേ മോളൂ. ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കണമെന്ന് പറയണം. പിന്നീട് മനോഹറിനെ തന്നെ സരി ഇങ്ങനെ നോക്കണം. മനോഹർ പെട്ടെന്ന് ചോദിച്ചാൽ, എന്താ മോളൂ, എന്താ നോക്കണെന്ന് ചോദിക്കുക. എത്ര കണ്ടിട്ടും എനിക്ക് മതിയാവുന്നില്ല മനുവേട്ടനെ. കാരണം എന്റെ ജീവനല്ലേ. എനിക്ക് ഒരു വലിയ പ്രതിസന്ധി ഘട്ടം ഉണ്ടായപ്പോൾ താങ്ങും തള്ളുവാൻ നിന്ന ആളല്ലേ മനുവേട്ടൻ. മനുവേട്ടനും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്തേനം? തളർന്നു പോയനം. ഇപ്പോഴെന്റെ മുന്നിൽ ഏറ്റവും വലിയ ടാർജറ്റ് ആണെന്ന് ആ കല്യാണി, അവളെ തീർക്കാന്നുള്ളതാണ്. അതിനുവേണ്ടി ചില പ്ലാനുകളൊക്കെ ഞാൻ തയ്യാറാക്കുന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ടത് മനോഹർ ചോദിച്ചു, എന്ത് പ്ലാന്? അതൊക്കെ ഉണ്ട്. അതൊക്കെ മനുവേട്ടൻ കണ്ടു. അവസാനം വന്നു കഴിയുമ്പോഴത്തേനും ശത്രുക്കളെല്ലാം കൂടെ നിരനിരയായിട്ട് കിടക്കുന്ന കാഴ്ച. എല്ലാവരുടെ അടുത്ത് ഞാൻ സംഹാര താണ്ഡവം വാടാൻ പോവാ എന്നൊക്കെ ഇങ്ങനെ പറയണം. ഒന്നിനും ഞാൻ വെറുതെ വിടാനായിട്ടൊന്നും പോകുന്നില്ല. ഈ സരി ആരാന്ന് അവറ്റകളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയണം. പിന്നീട് വിക്രം തന്നെ ഫ്രണ്ട്സിനെ കാണാനായിട്ട് ചെല്ലുവേണം. അങ്ങനെ ഫ്രണ്ട്സിനോട് കാര്യങ്ങളൊക്കെ പറയാം. എല്ലാം അവള് കാരണം ആ കല്യാണി എന്ന് പറയുന്നവള്, അവളെ അങ്ങോട്ട് തീർക്കണമെന്ന് പറയാം. ഇത് കേട്ട ഫ്രണ്ട്സ് പറഞ്ഞു, എടാ ഇത്രയും കാലം നീ വലിയ ആളെ കമ്പനിയുടെ MD ആന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം എന്ത് ചെയ്യാനാടാ? അതിനുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. എന്താണെങ്കിലും അവളുടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അവൾക്കിട്ട് മാത്രമല്ല അവനിട്ടും കൊടുക്കുന്നുണ്ട്. ആ കിരൺ എന്ന് പറയുന്നവനിട്ട് ആദ്യം കൊടുക്കേണ്ട ആ കല്യാണിക്കിട്ടാ. ആ കല്യാണിക്ക് കൊടുക്കാനുള്ള മാർഗമൊക്കെ എന്റെ കൈവശമുണ്ട്. പോരാത്തേന് എന്റെ കൂടെ എനിക്ക് സപ്പോർട്ടായിട്ട് ആളുണ്ടെന്ന് പറയണം. ഇത് കേട്ട് ഒരുത്തൻ പറഞ്ഞു, അല്ല നീ ഇപ്പൊ എങ്ങനെയാ അവളെ തീർക്കാൻ ശ്രമിച്ചിരിക്കുന്നത്? അതൊക്കെ നമുക്ക് പക്കാപക്കയായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരെ ഏൽപ്പിച്ചാൽ മതി. പക്ഷെ പണത്തിന്റെ കാര്യം മാത്രം പ്രശ്നമുള്ളെന്ന് പറയണം. പണം ഒരു കാര്യം ചെയ്യാം, എങ്ങനെയാ സംഘടിപ്പിക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു കാര്യം ചെയ്യാം, വല്ല വീട് കൊത്തി തുളയ്ക്കുവോ അല്ലെങ്കിൽ മോഷണം നടത്തുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറയണം. അത് കേട്ടോ വിക്രത്തിന് സന്തോഷം. അത് കൊള്ളാം, നല്ല ഐഡിയ എന്ന് പറയണം. ഇത് കേട്ടോ ഒരുത്തൻ പറഞ്ഞ്, പിടിക്കപ്പെട്ട അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അതൊക്കെ അറിയാം. അതിവിദഗ്ധമായിട്ട് വേണം നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട്. സ്വർണവും പണമൊക്കെ ഉണ്ടെന്നറിയാതെ വീട്ടിൽ വേണം കയറാനായിട്ട്. അത് കേട്ടത് മനോഹർ പറഞ്ഞു, അത് പിന്നെ മനോഹറിൽ വിക്രം പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഉറപ്പായിട്ടും നമ്മൾ കയറി അടിച്ചു മാറ്റിയിരിക്കും. നമ്മുടെ പഴയ ജോലി തന്നെ നമ്മൾ തുടങ്ങാൻ പോവാ. ഇനിയിപ്പോ എനിക്കൊന്നും നോക്കേണ്ട കാര്യമില്ല, ഞാൻ നോക്കിയതിന്റെ കാര്യമില്ല, പേടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ വിക്രം പറയുന്നുണ്ട്. അവളെ തീർക്കണം എന്നൊരു ചിന്ത മാത്രം ഉണ്ടായിരുന്നുള്ളൂ വിക്രത്തിന്റെ മനസ്സിൽ. എത്രയും പെട്ടെന്ന് തന്നെ ആ കഥ കഴിക്കണം. അല്ലെങ്കിൽ അവൾ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഇനിയും തനിക്കും തന്റെ അച്ഛനും ഒക്കെ ഭാര്യയായിട്ട് വരത്തുള്ളൂ. അതൊരു കാരണവശാലും പാടില്ല എന്ന് വിക്രം കരുതുവാണ്. അങ്ങനെ അവർ ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. പിന്നീട് താരയെ കാണാനായിട്ട് കല്യാണി ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ താര ചോദിച്ചു, അതെ മോളെ കണ്ടായിരുന്നു ചോദിക്കുകയാണ് സരയുവിനെ. ഇല്ല കണ്ടില്ല, എനിക്ക് കാണാൻ കൊതിയാണെന്നുണ്ടെന്ന് പറയണ. ആന്റി ഇത് എന്ത് ഭാവിച്ചാ? ആന്റിയുടെ തല തല്ലിപ്പൊളിച്ച അവളല്ലേ? അന്നൊരു വീണ്ടും ആന്റിക്ക് അവളോട് സോഫ്റ്റ് കൊണ്ടോ? അത് പിന്നെ എന്റെ മോളല്ലേന്ന് ചോദിക്കുക. അതെനിക്ക് മനസ്സിലായി. ആന്റിക്ക് എത്രയായാലും പഠിക്കത്തില്ലല്ലേന്ന് ചോദിക്കുകയാണ്. ഞാൻ അവളെ കണ്ടില്ല, അവളെ കണ്ടു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വലിച്ചു കീറും, എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ടെന്ന് പറയണം. അവൾ എന്തൊരു സാധനം ഒന്ന് ഓർത്ത് നോക്കിയേ. അല്ലെങ്കിൽ ഇങ്ങനെ സ്വന്തം പെറ്റമ്മയോട് ഇങ്ങനെ ചെയ്യുവോ? ഒരു പക്ഷെ അവൾ ഇനിയിപ്പോ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ? അതുകൊണ്ടാണ് ഇങ്ങനെ ഉപദ്രവിച്ചതെന്ന് പറയാൻ പറ്റില്ലല്ലോ ആന്റി എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ താര പറഞ്ഞു, അത് ശരിയായിരിക്കും, അങ്ങനെ എന്തേലും ആയിരിക്കും എന്ന് പറയണം. പിന്നീട് കുറച്ച് സമയം കൂടെ സംസാരിക്കുന്നുണ്ട് താരയോട് കല്യാണി. അതിനുശേഷം പറഞ്ഞു, അന്ന് ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറയണം. അങ്ങനെ കല്യാണി അവിടെ നിറങ്ങുവാണ്. ഈ സമയം താരയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളൊക്കെ ഇങ്ങനെ കടന്നു വരുവാണ്. താൻ അടിയേറ്റ് കടന്നതും പിന്നീട് ഹോസ്പിറ്റലിൽ എത്തിയവായ കാര്യങ്ങളെല്ലാം മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഭാനുമതി അമ്മ പ്രകാശിന്റെ അടുത്തേക്ക് വരുവാണ്. പ്രകാശിന്റെ അടുത്തേക്ക് വന്നിട്ട്, എടാ പ്രകാശ, അത് ഒരു കാര്യം ഞാൻ പറഞ്ഞ, പൈസ വേണം, പൈസ ഇല്ല, നിനക്ക് ആരുടെയും വായ്പ ചോദിക്കാൻ പറ്റുമെന്ന് ചോദിക്കുക. ഞാനിത് എവിടുന്ന് ആരോട് വായ്പ ചോദിക്കാനമ്മേ? ഞാൻ ചോദിച്ച ഒരു മനുഷ്യന്മാര് പൈസ തരുമെന്ന് ചോദിക്കാം. അത് ശരിയാണല്ലോ, അപ്പൊ ഇനി എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കണ്ടേ, കാര്യങ്ങളൊക്കെ നടത്തണ്ടേന്ന് ചോദിക്കുക. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ എങ്ങോട്ട് പോകുന്നു ചോദിക്കുക. എങ്ങോട്ട് പോകാനായിട്ട്? നേരെ പാതാളത്തിലേക്ക് പോയാൽ മതി എന്ന് പ്രകാശം പറയാം. ഓഹോ അങ്ങനെയാണ്, അന്നൊരു കാര്യം ചെയ്യാം, മഹാബലിയോട് ഇങ്ങോട്ട് കയറി വരാൻ പറ, നമുക്ക് പാതാളത്തിലേക്ക് പോവാം. എന്താ അത് മതിയെന്ന് ചോദിക്കുക.
പ്രകാശം പറഞ്ഞു, ഈ അമ്മയുടെ ഒരു കോമഡി ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയാണ്. പിന്നെ അല്ലാതെ എന്താടാ പറയണേ, ഇപ്പൊ തന്നെ കണ്ടില്ലേ, നിനക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി ഓരോരുത്തരുടെ മുന്നിൽ പോയി ഞാൻ തെണ്ടുവാ. എത്രമാത്രം ഞാൻ കഷ്ടപ്പെടുന്നതെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ ഒരു അനുഭവം നിനക്ക് ഉണ്ടാവണമെന്ന് പറയാം എന്നും പറഞ്ഞിട്ട് ഭാനുമതിയമ്മ അവിടെ ഇരിക്കുവാണ്. ഈ സമയം സരീവ് ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സരീവിനാണെങ്കിൽ ആകെപ്പാട് ടെൻഷനാ. സരീവ് നേരെ റിസപ്ഷനിൽ ചെന്നിട്ട് താര എന്ന് പറയുന്ന ഒരു സ്ത്രീയോടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം. പിന്നീട് അത് നോക്കിയിട്ട് പറയാന്ന് പറയാണ്. അവസാനം ഉണ്ടെന്നൊക്കെ പറയാണ്. സന്തോഷമായി. നേരെ ചെല്ലുന്ന പ്രകാശിന്റെ മുറിയിലേക്കാണ്. അങ്ങനെ ചെന്നയും ഭാനുമതിയമ്മയും പ്രകാശിനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സരീനെ കണ്ടപ്പോൾ ഞാഹാ മോളോ വരാൻ പറയാണ്. പിന്നീട് സരി പറഞ്ഞു, ഞാൻ വന്ന കാര്യങ്ങളൊക്കെ അറിയാലോ, വിക്രം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കാര്യങ്ങൾ നടത്താൻ വേണ്ടി വന്നാന്ന് പറയാണ്. ഇത് കേട്ടതും മുത്തശ്ശി, നിനക്ക് എന്തിനാ കേടാ മോളെ, അവരെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ, നീ എന്തിനാ അതിന്റെ ഇടയ്ക്കേക്ക് കയറുന്നെന്ന് ചോദിക്കുക. അതെ, ആ മുത്തശ്ശിക്ക് അറിയത്തില്ലാത്തോണ്ടാ. ആ കല്യാണി അവൾ എനിക്കിട്ട് പണി തന്നു, അപ്പൊ തിരിച്ച് അവൾക്കിട്ട് ഞാൻ പണി കൊടുക്കണ്ടെന്ന് ചോദിക്കുക. എന്നാലും അതല്ലല്ലോ മോളെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലൊന്നും അല്ല കല്യാണി. കല്യാണി ആള് ജഗജില്ല, അവളെ തൊടാൻ പോലും നിനക്ക് കഴിയില്ലെന്ന് പറയാം. ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അത് തൊട്ടിട്ട് തന്നെ കാര്യം. അവളെ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ ഞാൻ ആരാന്ന് അവളെ ശരിക്കും അറിയിച്ചു കൊടുത്തിട്ടുള്ളെന്ന് പറയാം. പിന്നീട് പ്രകാശം പറഞ്ഞു, മോളെ നീ മോളൊന്നുകൊണ്ടും പേടിക്കണ്ട, മോളോടൊപ്പം കട്ട സപ്പോർട്ടായിട്ട് ഞാൻ ഉണ്ടായിരിക്കും പറയാം. ഞാനും വിക്രം കാണും, ആരൊക്കില്ലെങ്കിലും ഞങ്ങൾ കാണുമെന്ന് പറയാണ്. ഭാനുമതിയും പറഞ്ഞു, അതെ എന്നെ അങ്ങോട്ട് വെറുതെ വിട്ടാരെ, ഞാൻ എന്തിനാ അതിന്റെ ഇടയ്ക്ക് കയറുന്ന കൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണേ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ കുറെ ആയതുകൊണ്ട് ഞാൻ പഠിച്ചു, എനിക്കിനി പറ്റില്ല ഈ പഴയതുപോലെ ഇങ്ങനെ ഓരോരുത്തരും നോക്കാനും ഈ പ്രഷർ താങ്ങാനൊന്നും എനിക്ക് പറ്റില്ല എന്നൊക്കെ ഭാനുമതിയമ്മ പറയാണ്. പിന്നീട് സരീവ് പ്രകാശനോട് പറഞ്ഞു, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയാം. ഇനിയിപ്പം ഇതോർത്ത് ടെൻഷൻ അടിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കുറയുക ഒന്നും ചെയ്യത്തില്ലെന്ന് പറയാണ്. പെട്ടെന്ന് പ്രകാശം പറഞ്ഞു, വിക്രം ഉണ്ടല്ലോ, എന്റെ പ്രതീക്ഷ അവന് മാത്രമാണ്, അവൻ എന്തായാലും നല്ലൊരു പൊസിഷനിൽ എത്താൻ കഴിയുന്ന ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല മോള് നോക്കുവാണെങ്കിൽ അവൻ്റെ ഒരു ജോലി എന്തെങ്കിലും തരപ്പെടുത്തി കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുക. അത് കേട്ടതും സരി പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ, എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയാം, ഞങ്ങളുടെ അവസ്ഥ തന്നെ കണ്ടില്ലേ. ആദ്യം ആ കമ്പനി മേടിച്ചെടുത്ത് സരീവ് കൺസ്ട്രക്ഷൻസ് RS ആക്കി, ഇപ്പൊ അവിടെ LK കൺസ്ട്രക്ഷൻ പിടിച്ചെടുത്ത് അതിന് അതിനും അവളുടെ പേര് കല്യാണിയുടെ പേരിടാനായിട്ട് പോവാം. RS കൺസ്ട്രക്ഷൻ എന്നായിരിക്കും പേരിടാൻ പോകുന്നത്, അല്ലെങ്കിൽ കല്യാണിയുടെ പേരായിരിക്കും എന്ന് പറയണം. ഇത് കിടന്ന് പ്രകാശം പറഞ്ഞ്, ഒരു കാരണവശാലും രക്ഷപ്പെടില്ല, ഈ കുറി അവളെ പൂട്ടണമെന്ന് പറയണം. ഇത് കേട്ടത് കഴിഞ്ഞപ്പോഴത്തേനും സരി പറഞ്ഞു, അത് ശരിയാ, അത് ഞാൻ തീരുമാനിച്ച കേസാ, ഈ തവണ അവളെ എങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയണം. ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, അതെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം, നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയിട്ട് കാര്യമില്ലെന്ന് പറയാണ്. പിന്നീട് സരിയോ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പ്രകാശനോട് പറഞ്ഞു, എടാ പ്രകാശ, നീ ഇതൊന്നും കേട്ട് വിശ്വസിക്കണ്ട കേട്ടല്ലോ, അതെ അവളുടെ ഭർത്താവ് വലിയ കോടീശ്വരനാന്ന് പറഞ്ഞത്, ഇഷ്ടംപോലെ പൈസയുണ്ട്, പക്ഷെ നിന്റെ അവസ്ഥ അതല്ല, നീ ഈ ഒപ്പം കിടന്ന് തുള്ളിയിട്ടുണ്ടെങ്കിൽ അവസാനം നിനക്കൊന്നും മേലാത്തൊരവസ്ഥ വരും, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ടാന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.